കോയമ്പത്തൂർ ആര്യവൈദ്യ ഫാർമസി സ്ഥാപകന്റെ മകൾ കസ്തൂരി ജി കുട്ടിയുടെ കൊലപാതകത്തിൽ മുഖ്യപ്രതികൾക്കായി അന്വേഷണം ഊർജിതമായി തുടരുകയാണ്. 4 വർഷത്തോളമായി കസ്തൂരിയോടൊപ്പം ഉണ്ടായിരുന്ന ജോലിക്കാരി നേപ്പാൾ സ്വദേശി സൂർജയും ഭർത്താവും നേപ്പാളിലേക്ക് തന്നെ കടന്നു കളഞ്ഞു എന്ന സംശയം പോലീസിലുണ്ട്. കഴിഞ്ഞ ദിവസം കേസിലെ 2 പ്രതികളെ ബംഗളൂരിൽ നിന്ന് പിടികൂടിയിരുന്നു. കവർച്ചയ്ക്ക് ശേഷം ലഭിച്ച സ്വർണവും പണവും വീതം വെച്ച് പ്രതികൾ പരസ്പരം ബൈ പറഞ്ഞ് പിരിഞ്ഞെന്നാണ് പോലീസിന്റെ അനുമാനം. കസ്തൂരി കുട്ടി വീട്ടിൽ തനിച്ചുള്ള ദിവസം കൃത്യത്തിനായി തിരഞ്ഞെടുക്കുകയായിരുന്നു. മകൻ ഡോക്ടർ രാംകുമാർ കുട്ടി വിദേശയാത്രയ്ക്ക് പോയ സമയം മോഷണത്തിന് ഒരുങ്ങുകയായിരുന്നു. 4 വർഷത്തോളമായി കസ്തൂരി കുട്ടി ഏറെ വിശ്വസിച്ചിരുന്ന നേപ്പാൾ സ്വദേശി സൂർജ് തന്നെയാണ് മോഷണവും കൊലപാതകവും ആസൂത്രണം ചെയ്തത്. സൂർജ ഭർത്താവിനെയും അയാളുടെ സുഹൃത്തുക്കളെയും വിളിച്ചുവരുത്തി വാതിൽ തുറന്നുകൊടുത്ത ശേഷം അകത്തു കയറ്റുകയായിരുന്നു. പിന്നീട് കസ്തൂരി കുട്ടിയെ കെട്ടിയിട്ട് വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ച് കട്ടിലിൽ കിടത്തി മോഷണം നടത്തി. ശേഷം 5-അംഗ സംഘം കട്ട മുതൽ ബാഗിലാക്കി വീട്ടിൽ നിന്ന് രക്ഷപ്പെട്ടു. ഈ ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഇതു കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ബംഗളൂരുവിൽ നിന്ന് പോലീസ് കൂട്ടുപ്രതികളെ പിടികൂടിയത്. നേപ്പാൾ സ്വദേശികളായ രാജേഷ് ചൌദ്, ദിലീപ് സാഹി എന്നിവരെയാണ് രാമനാഥപുരം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇവരിൽ നിന്ന് 7.5 പവൻ സ്വർണവും കണ്ടെടുത്തു. പ്രതികൾ മോഷണശേഷം കവർന്ന സ്വർണം വീതം വെച്ച് ഓരോരുത്തരും വെവ്വേറെയായി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു. പ്രതികൾക്ക് ബംഗളൂരുവിൽ സുഹൃത്തുക്കളുണ്ട് എന്ന നിഗമനത്തിലായിരുന്നു ബംഗളൂരു കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം. സൂർജയും ഭർത്താവും സ്വദേശമായ നേപ്പാളിലേക്ക് രക്ഷപ്പെട്ടോ എന്നും സംശയമുണ്ട്. മറ്റു 3 പ്രതികളെ ഉടൻ പിടികൂടുമെന്ന് ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ ജി കാർത്തികേയൻ അറിയിച്ചു. കോയമ്പത്തൂർ ഡെപ്യൂട്ടി കമ്മീഷണർ ജി കാർത്തികേയന്റെ നേതൃത്വത്തിലുള്ള 7-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. അന്വേഷണം പല സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. നിലവിൽ അറസ്റ്റിലായ 2 പ്രതികളെയും റിമാൻഡ് ചെയ്തു. 24 പാലക്കാട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.